നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ അണികൾ ആവേശോജ്വലമായ സ്വീകരണം നൽകി. ഹൃദയം നിറഞ്ഞാണ് സുരേഷ് ഗോപി ജനങ്ങളോട് തന്റെ സന്തോഷം പങ്കുവച്ചത്. സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരത്തിൽ റോഡ് ഷോയും നടന്നു. തിരുവനന്തപുരത്ത് നിന്നും നെടുമ്പാശ്ശേരി വിമാനത്തിലെത്തിയ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ നിരവധി പ്രവർത്തകരും സിനിമാ താരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാർ മാർഗമാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത്. വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകരാണ് അണിനിരുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിന്ന ജനങ്ങളെ തന്റെ നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി റോഡ് ഷോ നടത്തിയത്. 7 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി റോഡ് ഷോ നടത്തുമെന്നാണ് വിവരം. തനിക്ക് ലീഡ് ലഭിക്കാത്ത ഗുരുവായൂരിലും മുന്നിലെത്താൻ പരിശ്രമിക്കും. തൃശൂർ പൂരം സിസ്റ്റമാറ്റിക്കായി നടത്തും. ഇത്തവണ ഉണ്ടായ പ്രശ്നം ഒഴിവാക്കാൻ താൻ ഇടപെടും. തൃശൂരിൽ സ്ഥിരതാമസം ഉണ്ടാവില്ല. കേന്ദ്രമന്ത്രിയാകുമോ എന്നതെല്ലാം നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ നിഷേധിയല്ല. തന്റെ താല്പര്യം പാർട്ടിയെ നേരത്തെ അറിയിച്ചു. സിനിമാഭിനയം തുടരുമെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. തൃശൂരുകാർ സങ്കോച ഫാക്ടർ ഇത്തവണ കളഞ്ഞു. 2019 തന്നെ ജയിപ്പിക്കുന്നതിൽ സങ്കോചം ഉണ്ടായിരുന്നു. താൻ വികസനം കൊണ്ടുവരുമെന്ന് ജനങ്ങളോട് പറഞ്ഞു. ഇത്തവണ സ്ത്രീ വോട്ടുകൾ ഒരുപാട് കിട്ടി. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എനിക്ക് വോട്ട് ചെയ്തു. ക്രിസ്ത്യൻ, മുസ്ലിം, സ്ത്രീ വോട്ടർമാർ ഒപ്പം നിന്നുവെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി.